പരിചയപ്പെടുത്താം. ഞാൻ TC സേതുമാധവൻ, രാമായണ ഫെസ്റ്റിൻ്റെ ജനറൽ കൺവീനറാണ്. പ്രോഗ്രാം കൺവീനർ ശ്രീകുമാർ അമ്പല്ലൂർ, അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് നന്ദകുമാർ, പ്രദീപ് പാലിയത്ത്, PR കൃഷ്ണകുമാർ, 5 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം 10 വർഷമായിട്ട് തൃശ്ശൂരിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് സമർപ്പണയുടെ നേതൃത്വത്തിലുള്ള രാമായണ ഫെസ്റ്റ്. ഇപ്പോൾ 10ാമത് രാമായണ ഫെസ്റ്റ് ഈ ഓഗസ്റ്റ് മാസം 15-ാം തീയതി റീജിയണൽ തിയേറ്ററിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നടക്കുന്ന 1-2 സംഗതികൾ, എല്ലാ വർഷവും നമ്മൾ അവാർഡ് നൽകാറുണ്ട്. ഇപ്രാവശ്യത്തെ വാൽമീകി അവാർഡ് പ്രസിദ്ധ സിനിമാ നടൻ വിജയ രാഘവനും, അതുപോലെ തന്നെ രാമായണ അവാർഡ് സംഗീതജ്ഞൻ ശ്രീ ഔസേപ്പച്ചനുമാണ് ഇപ്രാവശ്യം നൽകുന്നത്. അതുപോലെ തന്നെ MD രാജേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ 50ാം വർഷം പൂർത്തിയാക്കുന്ന ഈ 50 വർഷമായിട്ട് പ്രസിദ്ധനായിട്ടുള്ള ഗാനരചയിതാവാണ്. അദ്ദേഹത്തിനെയും ഞങ്ങൾ ആദരിക്കുന്നു. നമ്മുടെ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പുതിയ തലമുറയ്ക്ക് രാമായണത്തിനെ കുറിച്ചുള്ള അറിവ് നൽകുന്നതിനും രാമായണ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ രാമായണ ഫെസ്റ്റ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രോഗ്രാം ഉള്ളത് ഏലൂർ ബിജുവിൻ്റെ സോപാന സംഗീതം, ആ ഒരു പ്രോഗ്രാമുണ്ട്. അതുപോലെ തന്നെ ഭജ ഗോവിന്ദം എന്ന പേരിൽ, സമർപ്പണയുടെ പേരിൽ ഒരു ഭജന നടക്കുന്നു. ഈ ഒരു പരിപാടിയാണ് നടക്കുന്നത്. ഇതിലേക്ക് എല്ലാ വർഷവും നിങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കാറുണ്ട്. ഈ വർഷവും ആ സഹകരണം പ്രതീക്ഷിക്കുന്നു. അതെ 25,000 ഒരു സംഗതിയാണ് നമ്മുടെ ശബരി സൽക്കാരം. അതും അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കും. അത് ഈ ഐക്യത്തിനെതിരെ നമ്മൾ ഒരു ജനങ്ങളെ ആ പഴയ കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റിയിട്ട് പുതിയ നമ്മൾ കഴിഞ്ഞ വർഷം ഈ രാമായണ ഫെസ്റ്റ് ഒരു ഭക്തി പ്രോഗ്രാം മാത്രമല്ല, ഭക്തിക്ക് ഉപരിയായിട്ടുള്ളത് അതിൻ്റെ സാമൂഹ്യ വശത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് സംഗീതം, അതുപോലെ തന്നെ സാഹിത്യം, രാജനൈതികം, സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്ക് ഈ രാമായണത്തിലെ ചിന്തിക്കാവുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രോഗ്രാംസുകളാണ് അതിലുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ ജയചന്ദ്രനാണ് അവാർഡ് കൊടുത്തത്, സംഗീത സംവിധായകൻ ജയചന്ദ്രനാണ് അവാർഡ് കൊടുത്തത്. അതുപോലെ തന്നെ രാജീവ് ആലുങ്കൽ 2014 ചിത്രരചിക്കാണ് കൊടുത്തത്. അങ്ങനെ ഒരേ ആദ്യ വർഷം മുതലേ തന്നെ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ മുഴുവൻ ആളുകളെയും നമ്മൾ ആദരിക്കുകയോ അവർക്ക് വാൽമീകി പുരസ്കാരവും രാമായണ പുരസ്കാരവും നൽകി പോന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ അവരെല്ലാ വർഷവും നമ്മളുടെ വേദിയിൽ ഫാഷൻ ഷോ അവതരിപ്പിക്കാറുണ്ട്, ഡാൻസ്, ക്രിയേറ്റീവ് ഡാൻസ് പ്രോഗ്രാംസ് അവതരിപ്പിക്കാറുണ്ട്. ഇത്തവണയും അവരതുപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ സമർപ്പണ എന്നൊരു സംഘടന 10 വർഷമായിട്ട് ആരംഭിച്ച ഈ സംഘടന ഇന്ന് 1000 മെമ്പർമാരുള്ള, ഭാവിയിൽ 2027 5000 അംഗങ്ങളെ ഉൾപ്പെടുത്തുന്ന ഒരു സംഘടനയായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ കീഴിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. നമ്മളുടെ നിശ്ചയിച്ച ജൂറി അംഗങ്ങൾ അവർ വളരെ രഹസ്യമായിട്ട് അവരുടെ ഒരു തീരുമാനപ്രകാരമാണ് നമ്മൾ ഇത്തവണ അവാർഡ് നിശ്ചയിച്ചിട്ടുള്ളത്. വിജയരാഘവൻ സാറിന്, അദ്ദേഹം സിനിമാ രംഗത്തെ വരവിന് ശേഷം നമുക്കറിയാം വില്ലൻ വേഷത്തിലും ഹാസ്യ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് തന്നെ റാംജി റാവു
സ്പീക്കിംഗ് എന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെ സിനിമ തുടങ്ങി 100 വയസ്സുകാരൻ്റെ പ്രണയവും ചാവല്യവും ഒക്കെ അവതരിപ്പിച്ച കഥാപാത്രത്തെ അടക്കം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ വാൽമീകി പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഔസേപ്പച്ചൻ സാറ് രാമായണ ഫെസ്റ്റിൻ്റെ സ്ഥിരം സാന്നിധ്യമാണ്. എല്ലാ വർഷവും വരാറുണ്ട്, നമ്മൾ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണ്. വൈക്കം വിജയലക്ഷ്മിക്ക് കൊടുത്തുള്ള ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കൽ എന്ന ആ ഗാനം സംഭാവന ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തെയാണ് ഇത്തവണ രാമായണ പുരസ്കാരം നൽകി നമ്മൾ ആദരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മളുടെ MD രാജേന്ദ്രൻ, ഇന്ന് അദ്ദേഹം മലയാള സിനിമാ ഗാന ശാഖയ്ക്ക് ഏകദേശം 150ഓളം, അറിവ് ശരിയാണെങ്കിൽ 150ഓളം ഗാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എല്ലാം തന്നെ ഒരെണ്ണം പോലും മാറ്റിവെക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ ഗാനങ്ങളും വളരെ ഹിറ്റായിട്ടുള്ള ഗാനങ്ങളാണ്. അദ്ദേഹം നമ്മുടെ സ്വന്തം തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ തൃശ്ശൂർക്കാരായിട്ടുള്ള 2 പേരെയും നമ്മൾ ഈ വേദിയിൽ ആദരിക്കുകയാണ്. എല്ലാവർക്കും നിങ്ങളെല്ലാവരുടെ സഹകരണത്തോടുകൂടിയിട്ട്, വളരെ പ്രാധാന്യത്തോടുകൂടിയിട്ട് ഈ വാർത്ത കേരളം മുഴുവൻ എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ശബരി സൽക്കാരം. ഈ ശബരി സൽക്കാരം എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, ശബരി എന്ന കഥാപാത്രത്തെ ഒരുപാട് കാലം കാട്ടിലെ ആദിവാസി സ്ത്രീയാണ്. അവര് തപസ്സനുഷ്ഠിച്ചിട്ട് രാമന്റെ അനുഗ്രഹം മേടിക്കാൻ വന്ന കഥകളൊക്കെ നമുക്കറിയാം. 2 സന്ദേശങ്ങളുണ്ട് അതിൽ. ശബരി എന്ന് പറഞ്ഞ സ്ത്രീ വിവാഹ സമയത്ത്, വിവാഹത്തലേ നിന്ന് ആള് വിവാഹമേ വേണ്ട എന്ന് വെച്ച് കാട് കയറിയിട്ടുള്ള, കാടിന്റെ അകം പൂകിയിട്ടുള്ള ഒരു സ്ത്രീയാണ് ശബരി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാട്ടുവാസി രാജാവിന്റെ മകളായിട്ടുള്ള ശബരി അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് മൃഗബലി നടത്താനായിട്ട് മൃഗങ്ങളെ വേട്ടയാടാൻ രാജാവ് ഉത്തരവിട്ട സമയത്ത് ആ മൃഗബലിക്കെതിരെയുള്ള സന്ദേശം, മറ്റു ജീവനുകളെ ഉപദ്രവിക്കാനുള്ള സന്ദേശം വാൽമീകി നൽകിയത് ശബരിയിലൂടെയാണ്. അങ്ങനെ സ്വന്തം വിവാഹമേ തന്നെ മറ്റു ജീവികൾക്ക് വേണ്ടി ഉപേക്ഷിച്ച ഒരു കഥാപാത്രമാണ് ശബരി. അതേപോലെ ബ്രാഹ്മണിക്കൽ ലെവലിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആശ്രമങ്ങൾ, മഠങ്ങൾ ഒക്കെ ഉണ്ട്. അക്കാലത്ത് പോലും അതിനൊക്കെ ഉപരിയായിട്ട് ഇതൊന്നുമില്ലാതെ കാട്ടിൽ തപസ്സനുഷ്ഠിച്ചു പോന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് ശബരി. ആ ശബരിക്ക് അടിച്ചു കൊടുത്ത ഭക്ഷണം രാമന് കൊടുത്ത കഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ രാമന് കൊടുക്കുന്ന സമയത്ത് ലക്ഷ്മണന് പോലും അതൃപ്തി തോന്നി. ഉച്ചിഷ്ടമാണല്ലോ ജ്യേഷ്ഠന് കൊടുക്കണേ എന്നുള്ള ഒരു അതൃപ്തി തോന്നിയ സമയത്ത് രാമനോട് ചോദിച്ചു, ഇത് ശരിയാണോ എന്ന് ഒരാശങ്ക ലക്ഷ്മണൻ പറഞ്ഞ സമയത്ത് രാമൻ പറഞ്ഞു, അമ്മ തന്നിട്ടുള്ള ഭക്ഷണം വളരെ മധുരമുള്ളതായിരുന്നു, ചവർപ്പ് ഏതും എനിക്ക് അനുഭവപ്പെട്ടില്ല എന്നാ പറഞ്ഞേ. അപ്പോൾ ആ വൃദ്ധയായിട്ടുള്ള ആദിവാസി യുവതി രാമന് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷവും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വനവാസി മേഖലയിൽ തന്നെയുള്ള ഏറ്റവും പ്രായമായ ഓരോ വർഷവും അമ്മമാരെ, ആരെങ്കിലും ഒരു അമ്മയെ നമ്മൾ വേദിയിൽ കൊണ്ടുവരികയും ആ വേദിയിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അവരുടെ പാദം കഴുകിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർ തിരിച്ചു കൊടുക്കുന്ന ഒരു ബൃഹത്തായുള്ള ചടങ്ങാണ്. ആ ചടങ്ങിൽ ഇപ്പം നമുക്കറിയാം, ഇത്തവണ സുരേഷ് ഗോപിയാണ് അത് ചെയ്യാൻ പോകുന്നത്. നിരവധി ആളുകൾ ഈ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ജാതിയോ വർണ്ണോ മതമോ ഒന്നുമല്ല മനുഷ്യനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത്. അവൻ്റെ തത്വം അതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ ചടങ്ങാണ് അത്. നമ്മളെന്തായാലും ഈ ഞങ്ങളുടെ രാമായണ ഫെസ്റ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പ്രോഗ്രാം തന്നെയാണത്. നിരവധി ആളുകൾ പങ്കെടുക്കുന്ന, പ്രമുഖരായിട്ടുള്ള പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത്. അതേപോലെ തന്നെ അതിൻ്റെ ചാരുത, അതിൻ്റെ കർത്തവ്യം ഒട്ടും തന്നെ ചോരാതെ നടത്തിപ്പോരുന്നുണ്ട്. അത് ഉച്ചയ്ക്കാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ശബരി സൽക്കാര ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങനെ രാവിലെ ദേശീയ പതാക ഉയർത്തുന്നതോട് കൂടിയിട്ട് ആരംഭിക്കുന്ന ഈ ചടങ്ങ് രാത്രി 10 മണിക്ക് അവസാനിക്കുമ്പോൾ ഇന്ന് നമുക്ക് ട്രെൻഡായിട്ടുള്ള ഭജൻസാണ്. അപ്പം നമ്മൾ ഇന്ന് സിനിമ, ഭക്തിഗാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഗാ രീതിയിലുള്ള ഒരു ഭജൻസ് നമ്മളിവിടെ സമർപ്പണയുടെ കലാകാരന്മാർ സംഘടിപ്പിക്കുന്നുണ്ട്. സമർപ്പണയുടെ കലാകാരന്മാർ മാത്രമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ബാക്കി പ്രതിവേദം പറയും. എല്ലാവർക്കും നമസ്കാരം.
നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി കാലത്ത് 9 മണി തൊട്ടിട്ട് വൈകുന്നേരം 9 മണി വരെയാണ് നമ്മുടെ പരിപാടി ഉള്ളത്. അപ്പൊ അതില് ഇത് കൂടാതെ കുറെ കലാപരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച മാതിരി ഓട്ടിസം ബാധിച്ച് അതേമാതിരി കുറച്ച് മെന്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുറെ കലാകാരികളെ അവർക്കൊരു അവസരം കൊടുക്കാൻ പറ്റും. അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. മാത്രമല്ല തിരുവാതിരക്കളി, അതേമാതിരി ഫാഷൻ ഷോ, രാമായണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കിറ്റുകളോ അല്ലെങ്കിൽ ഫാഷൻ ഷോവും ഡാൻസും അങ്ങനെയൊക്കെ വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാം ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ കാലത്ത് 9 മണി തൊട്ടിട്ടാണ്. കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി 101 സ്ത്രീകൾ വനിതകളുടെ ഒരു അകമ്പടിയോട് ഇട്ടായിരിക്കും നമ്മുടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഉണ്ടാവുക. നമ്മൾ ഓഗസ്റ്റ് 15 തീയതിയാണ്. അപ്പോൾ നമുക്ക് എല്ലാ കൊല്ലവും നിങ്ങൾ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു പൊതുജനങ്ങളുടെ ഒരു ഇത് കൂടിയിട്ടാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് നിങ്ങളുടെ അവിടുന്ന് ഇക്കൊല്ലം ഞങ്ങൾക്ക് വേണം. ഗോവിന്ദം അദ്ദേഹം നമ്മുടെ പ്രസിദ്ധനായ ഗായകൻ ജയചന്ദ്രന്റെ മരുമകനാണോ? ഞങ്ങളുടെ സമർപ്പണയുടെ ഒരു പുതിയ ഭജനയുടെ ഒരു ട്രൂപ്പാണ്. അദ്ദേഹമാണ് അദ്ദേഹം സംസാരിക്കും. നമസ്കാരമല്ലോ. കഴിഞ്ഞ 10 വർഷമായി ഈ പ്രസ് ക്ലബിൽ ഇതോടുമായി ബന്ധപ്പെട്ടിട്ട് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിൽ 4 പ്രസ് മീറ്റിങ്ങുകൾ ഞങ്ങൾ നടത്തും. ഇത് 10ാമത്തെ വർഷമാണ്. പതിവ് പോലെ ഇപ്പോഴും ഇന്നും പ്രസ് മീറ്റ് ഉണ്ട്. ഇനിയുണ്ട് 2 കൂടി. ആഗസ്റ്റ് 15 അത് കഴിയെങ്കിലും 2 പ്രസ് മീറ്റിംഗ് ഉണ്ട്. ഈ MN വിജയൻ ഹാള് സുപരിചിതമാണ് നമുക്കെല്ലാവർക്കും. ഈ സമർപ്പണ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്കിത് 10ാം വർഷമാണ്. ഞങ്ങൾ മാധ്യമങ്ങൾ ഇത് പരമാവധി ഒന്ന് കവറേജ് ചെയ്തു തരുന്നതിലൊരു അപേക്ഷയുണ്ട്. പലപ്പോഴും പത്രങ്ങളിലൊക്കെ ചെറിയ 2 വരികളൊക്കെ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. എല്ലാ പത്രം വായിക്കാറുണ്ട്, എല്ലാ പത്രങ്ങളും നമ്മൾ വായിക്കും. ഇതൊരു 10ാം വർഷമാണ്. സമർപ്പണയോട് നിങ്ങൾ ഒരു അല്പം സ്നേഹം കൂടി കാണിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. എന്താ വെച്ചാൽ IV ശശി ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ സിനിമയുടെ ക്വാളിറ്റി തീരുമാനിക്കുന്ന പത്രക്കാരാന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ അന്ന് ഈ സിനിമയിൽ ബന്ധപ്പെട്ട് അങ്ങനെ ഓടി നടക്കുന്ന പിള്ളേരാണ്. അടിമകളും ഉടമകളുടെ സമയത്താണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പത്രക്കാരാണ് തീരുമാനിക്കുന്നത് പറഞ്ഞപ്പോൾ എന്താണെന്ന് മേപ്പോട്ട് നോക്കുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സിനിമ പുറത്തിറങ്ങുന്നത് ഹിറ്റാവുന്നത് അത് അവരുടെ ലേഖനത്തിൻ്റെ മികവാണത്. ഇവിടെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുക, രാമായണ ഫെസ്റ്റിൻ്റെ പരമാവധി രാമായണ ഫെസ്റ്റിന് അത്യാവശ്യം പരസ്യങ്ങളും കാര്യങ്ങളും തന്നെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് നിങ്ങളോട് പറയുന്നു. നന്ദി.